ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും NTPC എക്സാംസിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സെൻസസ് എന്ന് പറഞ്ഞ ടോപ്പിക്കുമായിട്ടാണ്. സെൻസസ് നമ്മുടെ NTPC എക്സാമിനും ഗ്രൂപ്പ് ഡി എക്സാമിനും അതേപോലെ SSC എക്സാമുകൾക്കെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സെൻസസിൽ നിന്ന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വന്നിരിക്കും. 2011 നടന്ന സെൻസസിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ആ ടോപ്പിക്കിന് അത്രയും പ്രാധാന്യം കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കണം. ഇപ്പോൾ സെൻസസ് എന്താണ്? സെൻസസ് നമുക്ക് കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ലഭിക്കും? ആ രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ എന്താണെന്ന് കിട്ടും. അതേപോലെ പോപ്പുലേഷൻ മാത്രമാണോ കിട്ടുന്നത്? അല്ല, പോപ്പുലേഷൻ്റെ കൂടെ പോപ്പുലേഷൻ ഡെൻസിറ്റി, ബർത്ത് റേറ്റ്, ലിറ്ററസി റേറ്റ്, ഡെത്ത് റേറ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ സെൻസസ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ ലഭിക്കും. ഈ സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത് ഡേറ്റാസ് കളക്ട് ചെയ്ത് കമ്പൈൽ ചെയ്ത് അനലൈസ് ചെയ്തൊക്കെയാണ്. അപ്പോൾ ഈ സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത് ഏത് മിനിസ്ട്രിയാണ് നിങ്ങൾക്കറിയാവോ? സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ആണ്. സെൻസസ് കമ്മീഷണർ ഉണ്ടായിരിക്കും. രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ആണ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിൽ ഈ സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ സെൻസസ് കമ്മീഷണർ ആരാണ്? ശ്രീ മൃത്യുഞ്ജയ് കുമാർ നാരായണനാണ് നമ്മുടെ ഇപ്പോഴത്തെ സെൻസസ് കമ്മീഷണർ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യൻ സിറ്റിയിൽ ഫസ്റ്റ് കംപ്ലീറ്റ് സെൻസസ് നടന്നത് 1830-ലാണ്. ഓർത്തിരിക്കുക, 1830-ലാണ് ഒരു ഇന്ത്യൻ സിറ്റിയിൽ കംപ്ലീറ്റ് സെൻസസ് നടന്നത്. അത് നടത്തിയത് ഹെൻറി വോൾട്ടർ ആയിരുന്നു. അത് ധാക്ക എന്ന് പറയുന്ന സിറ്റിയിലാണ്. ധാക്ക ഇന്ന് ബംഗ്ലാദേശിന്റെ പാർട്ടാണ്. ഈ ഹെൻറി വോൾട്ടറിനെ നമ്മൾ ഫാദർ ഓഫ് ഇന്ത്യൻ സെൻസസ് എന്നറിയപ്പെടും. ഹെൻറി വോൾട്ടറിനെ ഫാദർ ഓഫ് ഇന്ത്യൻ സെൻസസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, 1813-ലാണ് ഇന്ത്യൻ സിറ്റിയിൽ ഒരു കംപ്ലീറ്റ് സെൻസസ് നടക്കുന്നത്. അത് കണ്ടക്ട് ചെയ്തത് ഹെൻറി വോൾട്ടർ ആണ്. ഹെൻറി വോൾട്ടറിനെ ഫാദർ ഓഫ് ഇന്ത്യൻ സെൻസസ് എന്ന് അറിയപ്പെടുന്നു. അപ്പം അത് മറന്നു പോവരുത്, ഫാദർ ഓഫ് ഇന്ത്യൻ സെൻസസ് എന്ന് പറയുന്നത് ഹെൻറി വോൾട്ടർ ആണ്. അപ്പോൾ ഫസ്റ്റ് നോൺ സിൻക്രണസ് സെൻസസ് കണ്ടക്ട് ചെയ്തത് ഏത് ഇയറിലാണെന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് നോൺ സിൻക്രണസ് സെൻസസ് കണ്ടക്ട് ചെയ്തത് 1872-ലാണ്. അന്നത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ലോർഡ് മയോ ആയിരുന്നു. ഫസ്റ്റ് നോൺ സിൻക്രണസ് സെൻസസ് കണ്ടക്ട് ചെയ്തത് 1872-ലാണ്. അന്നത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ലോർഡ് മയോ ആയിരുന്നു. ഓർത്തിരിക്കുക, 1872-ലാണ് ഫസ്റ്റ് നോൺ സിൻക്രണസ് സെൻസസ് കണ്ടക്ട് ചെയ്തത്. അന്നത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ലോർഡ് മയോ ആയിരുന്നു. ഫസ്റ്റ് സിൻക്രണസ് സെൻസസ് കണ്ടക്ട് ചെയ്തത് 1881 ഫെബ്രുവരി 17-ലാണ്. അന്നത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ലോർഡ് റിപ്പണും സെൻസസ് കമ്മീഷണർ എന്ന് പറയുന്നത് WC പ്ലൗഡനും ആയിരുന്നു. ഓർത്തിരിക്കുക, 1872-ല് നോൺ സിൻക്രണസ് സെൻസസ്, 1881-ല് ഫസ്റ്റ് സിൻക്രണസ് സെൻസസ്. അപ്പം മറന്നു പോകരുത്, 1813-ൽ എന്തായിരുന്നു? ഇന്ത്യൻ സിറ്റിയിൽ ഒരു കംപ്ലീറ്റ് സെൻസസ് നടന്നു. 1872-ൽ എന്തായിരുന്നു? ഫസ്റ്റ് നോൺ സിൻക്രണസ് സെൻസസ് നടന്നു. 1881-ൽ എന്താണ്? ഫസ്റ്റ് സിൻക്രണസ് സെൻസസ് നടന്നു. ലോർഡ് മയോയും ലോർഡ് റിപ്പണേയും ഹെൻറി വോൾട്ടറെയും ഒന്നും മറന്നു പോകരുത്. അവരുടെയൊക്കെ പ്രാധാന്യം എന്താണെന്ന് കറക്റ്റായിട്ട് ഓർത്തിരിക്കണം. നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ഒരു സെൻസസ് നടന്നത് ഏത് ഇയറിലാണെന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ഫസ്റ്റ് സെൻസസ് 1951-ലാണ് നടന്നത്. അപ്പം 1951-ലാണ് നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ സെൻസസ് നടന്നത്. നമ്മളിപ്പോൾ 4 വർഷങ്ങൾ പഠിച്ചു. 1830, 1872, 1881, 1951. ഈ 1830-ൽ എന്തായിരുന്നു? ഹെൻറി വോൾട്ടർ ഇന്ത്യൻ സിറ്റിയിൽ ഫസ്റ്റ് കംപ്ലീറ്റ് സെൻസസ് നടത്തി. 1872-ൽ എന്തായിരുന്നു? നോൺ സിൻക്രണസ് സെൻസസ് നടന്നു. 1881-ല് ഫസ്റ്റ് സിൻക്രണസ് സെൻസസ് നടന്നു. 1951-ല് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ഫസ്റ്റ് സെൻസസ് നടന്നു. 4 വർഷങ്ങളും കറക്റ്റായിട്ട് ഓർമ്മയുണ്ടല്ലോ, മറന്നു പോകരുത്. ഇപ്പം നമുക്ക് അറിയാം, ലാസ്റ്റ് സെൻസസ് നടന്നത് 2011-ലാണ്. എല്ലാ 10 വർഷം കൂടിയിരുന്നുമാണ് സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും 2011 കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞില്ലേ എന്ന്. അപ്പോൾ 2021-ലായിരുന്നു നമ്മുടെ നെക്സ്റ്റ് സെൻസസ് നടക്കേണ്ടിയിരുന്നത്. പക്ഷേ 2021-ല് കോവിഡിൻ്റെ ഇഷ്യൂസ് കാരണം സെൻസസ് നടന്നില്ല. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സെൻസസ് എന്ന് പറയുന്നത് 2011-ലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എക്സാംസിന് 2011-ൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും വരുന്നത്. 2011 സെൻസസിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. നമ്മുടെ 2011 സെൻസസിൽ സെൻസസ് കമ്മീഷണറായിട്ടിരുന്നത് CM ചന്ദ്രമൗലി ആയിരുന്നു. ഓർത്തിരിക്കുക, 2011-ലെ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ എന്ന് പറയുന്നത് CM ചന്ദ്രമൗലിയാണ്.
2011 സെൻസസിന്റെ സ്ലോഗൺ എന്ന് പറയുന്നത് അവർ സെൻസസ് അവർ ഫ്യൂച്ചർ എന്നുള്ളതായിരുന്നു. 2011 സ്ലോഗൺ എന്ന് പറയുന്നത് അവർ സെൻസസ് അവർ ഫ്യൂച്ചർ എന്നുള്ളതായിരുന്നു. ഇത് 1872 ശേഷം നടക്കുന്ന 15ാമത്തെ സെൻസസ് ആണ്. 2011 നടന്നത് 1872 ശേഷമുള്ള 15ാമത്തെ സെൻസസ് ആണ്. അതേപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ 7ാമത്തെ സെൻസസ് ആണ്. നമ്മൾ പറഞ്ഞു ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ 1951 ഫസ്റ്റ് സെൻസസ് നടക്കുന്നത്. അതിനുശേഷം നടക്കുന്ന 7ാമത്തെ സെൻസസ് ആയിരുന്നു 2011 സെൻസസ് എന്ന് പറയുന്നത്. അന്നത്തെ 2011 ടോട്ടൽ പോപ്പുലേഷൻ സ്റ്റാൻഡ് എന്ന് പറയുന്നത് 1.21 ബില്യൺ ആയിരുന്നു. അതേപോലെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് 17.7% ആയിരുന്നു. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്, ഓർത്തിരിക്കുക. പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് 17.7% ആയിരുന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? 2011 സെൻസസിൽ സെൻസസ് കമ്മീഷണർ ആരായിരുന്നു? CM ചന്ദ്രമൗലി. സ്ലോഗൺ എന്തായിരുന്നു? അവർ സെൻസസ് അവർ ഫ്യൂച്ചർ. ഇത് എത്രാമത്തെ സെൻസസ് ആയിരുന്നു? 1872 കഴിഞ്ഞിട്ട് 15ാമത്തെ സെൻസസ് ആയിരുന്നു. അതേപോലെ നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ 7ാമത്തെ സെൻസസും ആയിരുന്നു 2011 സെൻസസ് എന്ന് പറഞ്ഞത്. ഇത് കറക്റ്റായിട്ട് ഓർത്തിരിക്കണം. ഇതെല്ലാം PYQയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. നമ്മുടെ മെയിൽ പോപ്പുലേഷൻ റേറ്റ് എന്ന് പറയുന്നത് 51.47%, ഫീമെയിൽ പോപ്പുലേഷൻ റേറ്റ് എന്ന് പറയുന്നത് 48.53% ആണ്. പെർസെൻറ്റേജ് ഓഫ് SC ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് 16.6% ആണ്. പെർസെൻറ്റേജ് ഓഫ് ST ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് 8.6% ആണ്. നിങ്ങൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പം നമുക്ക് സ്റ്റേറ്റ് വിത്ത് ഹയസ്റ്റ് പോപ്പുലേഷൻ ഏതാണെന്ന് നോക്കാം. ഹയസ്റ്റ് പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ് ഏതാണെന്ന് നോക്കാം. ഹയസ്റ്റ് പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ് ഏതാണ്? ഉത്തർപ്രദേശ് ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഹയസ്റ്റ് പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശ് ആണ്. സ്റ്റേറ്റ് വിത്ത് ലോവസ്റ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് സിക്കിം ആണ്. സ്റ്റേറ്റ് വിത്ത് ലോവസ്റ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് സിക്കിം ആണ്. അതേപോലെ യൂണിയൻ ടെറിട്ടറി വിത്ത് ഹയസ്റ്റ് പോപ്പുലേഷൻ ഡൽഹിയാണ്. യൂണിയൻ ടെറിട്ടറി വിത്ത് ഹയസ്റ്റ് പോപ്പുലേഷൻ ഡൽഹിയാണ്. യൂണിയൻ ടെറിട്ടറി വിത്ത് ലീസ്റ്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ആണ്. അപ്പോൾ സ്റ്റേറ്റ് വിത്ത് ഹയസ്റ്റ് പോപ്പുലേഷൻ ഉത്തർപ്രദേശ്, സ്റ്റേറ്റ് വിത്ത് ലോവസ്റ്റ് പോപ്പുലേഷൻ സിക്കിം, യൂണിയൻ ടെറിട്ടറി വിത്ത് ഹയസ്റ്റ് പോപ്പുലേഷൻ ഡൽഹി, യൂണിയൻ ടെറിട്ടറി വിത്ത് ലീസ്റ്റ് പോപ്പുലേഷൻ ലക്ഷദ്വീപ്. നമ്മൾ ടോപ്പ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഉത്തർപ്രദേശ് മാത്രം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില സമയങ്ങളിൽ ഉത്തർപ്രദേശ് ഓപ്ഷനിൽ തരാതെ വേറെ സ്റ്റേറ്റുകൾ ഓപ്ഷനിൽ തന്നിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചെറിയൊരു ഓർഡർ കറക്റ്റായിട്ട് ഓർത്തിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ടോപ്പ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റിൽ സെക്കൻഡ് നിൽക്കുന്നത് മഹാരാഷ്ട്രയാണ്, തേർഡ് നിൽക്കുന്നത് ബീഹാറാണ്, ഫോർത്ത് നിൽക്കുന്നത് വെസ്റ്റ് ബംഗാളാണ്. ഈ ചില സമയങ്ങളിൽ ഉത്തർപ്രദേശ് ഓപ്ഷനിൽ കാണത്തില്ല, മഹാരാഷ്ട്രയോ ബീഹാറോ ഒക്കെ ആയിരിക്കും നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതേപോലെ സ്റ്റേറ്റുകൾ മാത്രമല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്, ഡിസ്ട്രിക്ട് ഏതാണെന്ന് ചോദിക്കാറുണ്ട്, സിറ്റി ഏതാണെന്ന് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം. ലീസ്റ്റ് പോപ്പുലേറ്റഡ് ഡിസ്ട്രിക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശിലെ ദിബാംഗ് വാലിയാണ്. അതേപോലെ മോസ്റ്റ് പോപ്പുലേറ്റഡ് ഡിസ്ട്രിക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ താനെയാണ്. അപ്പം ലീസ്റ്റ് പോപ്പുലേറ്റഡ് ഡിസ്ട്രിക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശിലെ ദിബാംഗ് വാലിയാണ്. അതേപോലെ മോസ്റ്റ് പോപ്പുലേറ്റഡ് ഡിസ്ട്രിക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലെ താനെയാണ്. അതേപോലെ മോസ്റ്റ് പോപ്പുലേറ്റഡ് സിറ്റി ഏതാണെന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അത് മുംബൈ ആണ്. ലീസ്റ്റ് പോപ്പുലേറ്റഡ് സിറ്റി എന്ന് പറയുന്നത് പഞ്ചാബിലെ കപൂർത്തല സിറ്റിയാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഓർത്തിരിക്കണം. ലീസ്റ്റ് പോപ്പുലേറ്റഡ് ഡിസ്ട്രിക്ട് അരുണാചൽ പ്രദേശിലെ ദിബാംഗ് വാലി, മോസ്റ്റ് പോപ്പുലേറ്റഡ് ഡിസ്ട്രിക്ട് മഹാരാഷ്ട്രയിലെ താനെ, മോസ്റ്റ് പോപ്പുലേറ്റഡ് സിറ്റി മുംബൈ, ലീസ്റ്റ് പോപ്പുലേറ്റഡ് സിറ്റി പഞ്ചാബിലെ കപൂർത്തല. പോപ്പുലേഷൻ ഡെൻസിറ്റി, നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റി കണക്കാക്കുന്നത് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ തിങ്ങി പാർക്കുന്ന ആളുകളുടെ എണ്ണത്തെ വെച്ചിട്ടാണ്. അപ്പം നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് 382 persons per സ്ക്വയർ കിലോമീറ്റർ ആണ്. ഓർത്തിരിക്കുക, 382 ആണ് നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്റ്റേറ്റ് ഏതാണെന്ന് അറിഞ്ഞിരിക്കണം, അത് ബീഹാർ ആണ്. ലീസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്റ്റേറ്റ് ഏതാണ്? അരുണാചൽ പ്രദേശ് ആണ്. ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള UT ഏതാണ്? ഡൽഹി ആണ്. ലോവസ്റ്റ് പോപ്പുലേഷൻ UT ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ആണ്. ഓർത്തിരിക്കുക, പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. 382 persons per സ്ക്വയർ കിലോമീറ്റർ ആണ് നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഹയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്റ്റേറ്റ് ബീഹാർ ആണ്. ലോവസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശ് ആണ്. സ്റ്റേറ്റ് വിത്ത് ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ള സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അത് കേരളയാണ്. സ്റ്റേറ്റ് വിത്ത് ലോവസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ളത് ഹരിയാനയാണ്.
സ്റ്റേറ്റ് വിത്ത് ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് ഉള്ളത് കേരളയാണ്. സ്റ്റേറ്റ് വിത്ത് ലോവസ്റ്റ് ലിറ്ററസി റേറ്റ് ഉള്ളത് ബീഹാറാണ്. അപ്പം നമ്മൾ കേരളയുടെ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ളതും ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് ഉള്ളതും നമ്മുടെ കേരളത്തിലാണ്. സ്റ്റേറ്റ് വിത്ത് ലോവസ്റ്റ് ലിറ്ററസി റേറ്റ് ഉള്ളത് ബീഹാറിലാണ്. ടോപ്പ് ലിറ്ററേറ്റ് സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കാം. കേരള, ലക്ഷദ്വീപ്, മിസോറാം, ഗോവ. ഗോവയിലെ 88.07, മിസോറാമിലെ 91.33%, ലക്ഷദ്വീപിലെ 91.85%, കേരളയിലെ 94%. ഹയസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് നമ്മുടെ കേരളമാണ്, 94%. ലീസ്റ്റ് ലിറ്ററേറ്റ് സ്റ്റേറ്റ് ബീഹാറും അരുണാചൽ പ്രദേശുമാണ്. നമ്മൾ ഒരു കാര്യത്തിൽ ഒരു സ്റ്റേറ്റ് മാത്രം പഠിച്ചു വെക്കരുത്. അതിന് തൊട്ട് താഴെ നിൽക്കുന്ന 1-2 സ്റ്റേറ്റുകളൂടി അറിഞ്ഞിരിക്കണം. കാരണം ഓപ്ഷൻസിൽ ചിലപ്പോൾ നമ്മൾ പഠിച്ചു വെക്കുന്ന സ്റ്റേറ്റ് ആയിരിക്കത്തില്ല അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് 1-2 സ്റ്റേറ്റുകൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. ലിറ്ററസി റേറ്റ് ഇൻ ഇന്ത്യ നോക്കാം. മെയിൽ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 82.14, ഫീമെയിൽ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 65.46, ഓവറോൾ 74.04. ഈ റേറ്റ് കറക്റ്റായിട്ട് ഓർത്തിരിക്കണം. കാരണം ഇതിനെ റിലേറ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈ റേറ്റ് കറക്റ്റായിട്ട് ഓർത്തിരുന്നാൽ മാത്രമേ നമുക്ക് അതിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് കറക്റ്റായിട്ട് ഈ റേറ്റ് ഓർത്തിരിക്കുക. കാരണം ഫീമെയിലും മെയിലും തമ്മിലുള്ള ഡിഫറൻസും ഓവറോളും ഫീമെയിലും തമ്മിലുള്ള ഡിഫറൻസ് അങ്ങനെയുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റേറ്റ് കറക്റ്റായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അതിനുള്ള ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് ഉള്ള ഡിസ്ട്രിക്ട് ഏതാണെന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് മിസോറാമിലെ സെർച്ചിപ്പാണ്. ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് ഉള്ള സിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മിസോറാമിലെ ഐസ്വാൾ സിറ്റിയാണ്. ലോവസ്റ്റ് ലിറ്ററസി റേറ്റ് ഉള്ള ഡിസ്ട്രിക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശിലെ അലിരാജ്പൂർ ആണ്. ലോവസ്റ്റ് ലിറ്ററസി റേറ്റ് ഉള്ള സിറ്റി എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ സാമ്പലാണ്. ഇത് കറക്റ്റായിട്ട് എല്ലാവരും ഓർത്തിരിക്കുക. ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ള ഡിസ്ട്രിക്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതുച്ചേരിയിലെ മാഹിയാണ്. ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ള സിറ്റി എന്ന് പറയുന്നത് കേരളത്തിലെ കോഴിക്കോടാണ്. ലോവസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ള ഡിസ്ട്രിക്ട് ഏതാണെന്ന് ചോദിച്ചാൽ ദാമനാണ്. ലോവസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ള സിറ്റി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഭീവന്തിയാണ്. അപ്പോൾ നമ്മൾ സെക്സ് റേഷ്യോയുടെ കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ ലാംഗ്വേജസിന്റെ കാര്യം വരുമ്പോൾ ഏത് ലാംഗ്വേജ് ആണ് ഏറ്റവും കൂടുതൽ പ്രീഡൊമിനന്റ് ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് ഹിന്ദിയാണ്. അതെല്ലാവരും ഓർത്തിരിക്കുക. നമ്മൾ പറഞ്ഞു 2011 സെൻസസ് കഴിഞ്ഞ് 2021 സെൻസസ് നടക്കേണ്ടിയിരുന്നത്. അപ്പോൾ 2021 സെൻസസ് കോവിഡ് കാരണം നടന്നില്ല. അത് നടന്നിരുന്നെങ്കിൽ അത് ഇന്ത്യയുടെ 16ാമത്തെ സെൻസസ് ആയിരുന്നു. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ 8ാമത്തെ സെൻസസ് ആയിരുന്നു. അതിന്റെ തീം എന്ന് പറയുന്നത് ജൻ ഭഗീരഥി സെ ജൻ കല്യാൺ എന്നുള്ളതായിരുന്നു. സെൻസസ് കമ്മീഷണർ എന്ന് പറയുന്നത് ഡോക്ടർ വിവേക് ജോഷി ആയിരുന്നു. ഇതങ്ങനെ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടില്ല. നിങ്ങളൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അഥവാ ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ആൻസർ ചെയ്യാം എന്നുള്ള രീതിയിൽ. 16ാമത്തെ സെൻസസ് ആയിരുന്നു ഇന്ത്യയിലെ, 8ാമത്തെ സെൻസസ് ആയിരുന്നു ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ. അതായത് 2021 സെൻസസ് നടന്നിരുന്നുവെങ്കിൽ അത് 16ാമത്തെ സെൻസസ് ആയിരുന്നു ഇന്ത്യയിലെ. അതേപോലെ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ 8ാമത്തെ സെൻസസ് ആയിരുന്നു. തീം എന്ന് പറയുന്നത് ജൻ ഭഗീരഥി സെ ജൻ കല്യാൺ എന്നുള്ളതായിരുന്നു. സെൻസസ് കമ്മീഷണർ ഡോക്ടർ വിവേക് ജോഷി ആയിരുന്നു. നമുക്ക് സെൻസസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് PYQs നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് പെർ ദ സെൻസസ് ഡേറ്റ വാട്ട് വാസ് ദ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ 2011? 382 persons per square kilometer ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് 382 ആണെന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഡീക്കേഡ് ഓഫ് 2001-2011 വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ് എക്സ്പീരിയൻസ്ഡ് എ നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് ഇൻ പോപ്പുലേഷൻ ഗ്രോത്ത്? നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് വന്ന സ്റ്റേറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് നാഗാലാൻഡ് ആണ് അതിന്റെ ആൻസർ. എല്ലാവരും ഓർത്തിരിക്കുക, നാഗാലാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ് ഈസ് ഹാവിംഗ് ദ ലോവസ്റ്റ് ലിറ്ററസി റേറ്റ് ഇൻ ഇന്ത്യ ആസ് പെർ ദ 2011 സെൻസസ്? 2011 സെൻസസിൽ ലോവസ്റ്റ് ലിറ്ററസി റേറ്റ് ഉള്ള സ്റ്റേറ്റ് ഏതായിരുന്നു? ബീഹാർ. അപ്പോൾ ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് ഉള്ള സ്റ്റേറ്റ് ഏതായിരുന്നു നിങ്ങൾ കമന്റ് ചെയ്യണേ. According to the 2011 census, what is the difference in the male and female literacy rate in India? ഞാനിത് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു, റേറ്റുകൾ കറക്റ്റായിട്ട് ഓർത്തിരുന്നാൽ മാത്രമേ അതിനെ ബേസ് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും ഓവറോൾ ലിറ്ററസി റേറ്റ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ ചോദിച്ചേക്കുന്നത് മെയിൽ ലിറ്ററസി റേറ്റും ഫീമെയിൽ ലിറ്ററസി റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. മെയിൽ ലിറ്ററസി റേറ്റ് എത്രയായിരുന്നു? 82.14. ഫീമെയിൽ ലിറ്ററസി റേറ്റ് എത്രയായിരുന്നു? 65.46. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് 16.68 എന്ന് പറയുന്നത്. എത്രയാണ്? 16.68% ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഓവറോളും മെയിലും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ നമ്മൾ ഓവറോളിന്റെ അറിഞ്ഞിരിക്കണം, 74.04.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ് or union territory ranks the same, that is 11th in 2001 and 2011 census with reference to literacy rate. ലിറ്ററസി റേറ്റിന്റെ കേസിൽ 2001ലും 2011ലും ഒരേ പൊസിഷനിൽ വന്ന സ്റ്റേറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അത് ഹിമാചൽ പ്രദേശ് ആണ്. ഓർത്തിരിക്കുക, ഹിമാചൽ പ്രദേശ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എന്താ മനസ്സിലാക്കണ്ടേ? നമ്മൾ സെൻസസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് 2001ലെ ഡേറ്റാസും നമ്മൾ അറിഞ്ഞിരിക്കണം, 2011ലെ ഡേറ്റാസും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം സെൻസസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, as per the census of 2011, what was the difference between total literacy rate and female literacy rate in India? ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേ പാറ്റേണിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? മെയിലും ഫീമെയിലും തമ്മിലുള്ള ഡിഫറൻസ് ആയിരുന്നു. ഇവിടെ ചോദിച്ചേക്കുന്നത് ഓവറോൾ റേറ്റും ഫീമെയിൽ ലിറ്ററസി റേറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അതെന്ന് പറയുന്നത് 8.5% ആണ്. ഓർത്തിരിക്കുക, 8.5%. നമുക്കിതിന് ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫീമെയിൽ ലിറ്ററസി റേറ്റ് അറിഞ്ഞിരിക്കണം, മെയിൽ ലിറ്ററസി റേറ്റ് അറിഞ്ഞിരിക്കണം, ടോട്ടൽ ലിറ്ററസി റേറ്റും അറിഞ്ഞിരിക്കണം. According to the census of 2011, which union territory of India recorded lowest literacy rate? ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓർത്തിരിക്കുക, അക്കോർഡിംഗ് ടു ദ സെൻസസ് ഓഫ് 2011, which union territory of India recorded lowest literacy rate? ദാദ്ര ആൻഡ് നാഗർ ഹവേലി ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയുമായിട്ടോ അതോ നമ്മുടെ കോഴ്സുകളുമായിട്ടോ എന്തെങ്കിലും റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അതേപോലെ തന്നെ വരുന്ന എക്സാംസിന് നന്നായിട്ട് പഠിക്കുക. NTPC എക്സാംസ് അധികം വൈകാതെ തന്നെ എത്തുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.